നമ്മൾ ആദ്യം തന്നെ ബാബുലിനോട് ഞാൻ പറഞ്ഞു നമുക്ക് ത്രില്ലർ ചെയ്യുമ്പം ഈ സൈക്കോ അല്ലെങ്കിൽ ഇതിനുള്ള എപ്പോഴുള്ള കാരണങ്ങളുണ്ടല്ലോ, അഭിമാനം, പൈസ, പെണ്ണ്, ഇങ്ങനത്തെ കുറേ വിഷയങ്ങളുണ്ടല്ലോ. അപ്പം ഇതൊന്നും അല്ലാതെ എന്തെങ്കിലും ഒരു സാധനം വേണമെന്ന് എനിക്ക് അതെ അങ്ങനെ റീസൺസ് നമ്മളെപ്പോൾ കാണുമ്പോഴും ഒന്നുകിൽ ഒരു സൈക്കോ വരും, അവനൊരു വലിയൊരു സൈക്കോ ആകുന്നതിൻ്റെ ഭയങ്കര ഫ്ലാഷ് ബാക്ക് കാണും. അപ്പം ഇത് കണ്ട് നമ്മൾ മനസ്സിലാവും, അത് ആൾക്കാർക്ക് കിട്ടും. ആൾക്കാർ ഇത് കണ്ടു കഴിയുമ്പം ഇത് തന്നെയാണോ ചെയ്യുന്നതെന്നുള്ള സാധനം. അപ്പം നമുക്കും അത് കണ്ട് തന്നെ നമ്മൾ മടുത്തിട്ടുണ്ട്. അപ്പം ഇതിൽ നിന്നൊരു മാറ്റം വേണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പിന്നെ ഇപ്പം ബാഹുൽ ആക്ച്വലി പെറ്റ് ലവറാണ്. എനിക്കും ഇഷ്ടമാണ്, പക്ഷേ ഇതുവരെ വളർത്തിയിട്ടില്ല. എൻ്റെ ക്യാമറാമാൻ പെറ്റ് ലവർ എല്ലാവരും ഉണ്ട്. അപ്പം നമ്മൾ നോക്കുമ്പം ഇതിനകത്ത് ഈ എലമെൻറ്റ്സ് ഉണ്ടെന്ന് വെച്ചാൽ എല്ലാവരുടെ കഥയിലും ഈ പറഞ്ഞ എലമെൻറ്റ് പരിപാടി ഉണ്ട്. അപ്പം ഞാൻ നോക്കുമ്പോൾ പിന്നെ സ്ക്രിപ്റ്റും ചലഞ്ചിങ് ആണ്, ആ റിവർ സീക്വൻസും മ്യൂസിയവും. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ ഇന്നേവരെ ഒരു പെറ്റിനെ തൊട്ടിട്ട് പോലും ഇല്ല. അപ്പോൾ ഞാൻ ഈ സ്ക്രിപ്റ്റിൽ ആക്ച്വലി സത്യം പറഞ്ഞാൽ മ്യൂസിയം സീൻ വായിച്ചുകൊണ്ട് ഞാൻ അടച്ചങ്ങ് വെച്ചു. ഇതെങ്ങനെ ഞാൻ ഷൂട്ട് ചെയ്യും, കാരണം ഞാൻ തൊട്ടിട്ടില്ല. ഇവർ എഴുതി തന്നല്ലോ എന്ന് വിചാരിച്ചാണ് ബാക്കി വായിക്കാൻ തുടങ്ങി. പക്ഷെ വായിച്ച് തീർത്ത് കഴിഞ്ഞപ്പം ഓക്കെ, ആസ് എ ഡയറക്ടർ എനിക്ക് എൻ്റെ ഫിലിമോഗ്രഫിയിൽ ഒരു ചലഞ്ചിങ് സാധനം ഇത് ചെയ്താൽ എന്തോ ചെയ്തൊരു ഫീൽ നമുക്ക് കിട്ടുമെന്ന് ഉറപ്പായിരുന്നു. അങ്ങനെ അത്